ഹലോ, ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് റീഡിംഗ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ്. റീഡിംഗ് ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടും ബോറിംഗ് അല്ലാതെ തന്നെ റീഡിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ചില ട്രിക്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റ് എ ഡെയിലി റീഡിംഗ് ഗോൾ എന്നുള്ളതാണ്. ഓരോ ദിവസവും കൃത്യമായിട്ട് ഇത്ര മിനിറ്റ് വായിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്ര പേജ് വായിക്കുമെന്നോ ഒരു റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്യുക. ഇങ്ങനെ പറയുമ്പോൾ ബിഗിനറായിട്ടുള്ള ഒരാൾ തീർച്ചയായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും കുറച്ചധികം നേരത്തേക്കോ അല്ലെങ്കിൽ കുറച്ചധികം പേജുകളോ വായിക്കണമെന്ന് ഒരു കാരണവശാലും ഡിസൈഡ് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾ ആവേശത്തിന് അത് ചെയ്തേക്കാം. പക്ഷേ പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഈ ഹാബിറ്റിൽ നിന്ന് പതിയെ ഒന്ന് പിൻവലിയാൻ തുടങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം സമയം ഒരുപക്ഷെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹാബിറ്റ് സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു 15 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സോ അല്ലെങ്കിൽ പേജാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 3 അല്ലെങ്കിൽ 4 പേജ് വരെയൊക്കെ മാക്സിമം നിങ്ങൾ ഡെയിലി റീഡിംഗ് ഗോളായിട്ട് സെറ്റ് ചെയ്യാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഹാബിറ്റ് തുടങ്ങി കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. കുറച്ചധികം ദിവസം അടുപ്പിച്ച് വായിക്കാൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് കൂടുകയും ആ ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്കതൊരു എൻകറേജ്മെൻറ്റായി മാറുകയും ചെയ്യും. ഇനി അടുത്തൊരു കാര്യമാണ് ക്രിയേറ്റ് എ കംഫർട്ടബിൾ റീഡിംഗ് സ്പേസ് എന്നുള്ളത്. ഒരുപാട് ഒച്ചയും ബഹളവും ഒക്കെയുള്ള ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിലിരുന്ന് വായിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ചില ആളുകൾക്ക് എത്ര ബഹളം ഉണ്ടായിരുന്നാലും ഒരുപക്ഷെ ഫോക്കസ്ഡ് ആയിട്ട് വായിക്കാനായിട്ട് സാധിച്ചേക്കാം. എന്നാലും ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എൻവയോൺമെൻറ്റ് എത്രത്തോളം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്നോ അത്രത്തോളം റീഡിംഗ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തന്നെ കറക്റ്റായിട്ട് എവിടെയാണ് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് വായിക്കാൻ സാധിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്തുകൊണ്ട് ആ സ്ഥലം കൃത്യമായിട്ട് അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ബുക്ക് നിങ്ങളുടെ ബെഡിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്നാണോ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങളുടെ ടേബിളിലോ കറക്റ്റായിട്ട് നിങ്ങൾ കാണത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് റീഡിങ്ങിനുള്ളതാണ്, അല്ലെങ്കിൽ ആ പുസ്തകം അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളെ അത് വായിക്കാനായിട്ട് പ്രേരിപ്പിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റീഡിംഗ് സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി തേർഡ് ടിപ്പായിട്ട് പറയാനുള്ളത് കീപ്പ് എ ബുക്ക് വിത്ത് യു എന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ട്രാവലിങ്ങിൻ്റെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓഫീസസിലൊക്കെ പോയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സമയമൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ ഡെയിലി ഉള്ള റീഡിംഗ് ഗോൾ സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമുക്കിതുപോലെ വീണ് കിട്ടുന്ന ചെറിയ ചില നിമിഷങ്ങൾ കൂടി വായനയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോൺ എടുക്കുകയും പിന്നെ കുറേ നേരം അതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇരുന്ന് സമയം കളയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു പുസ്തകം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പുസ്തകം എടുത്ത് വായിക്കാൻ സാധ്യതയുണ്ട്. അതും നമുക്ക് വായന എന്ന് പറയുന്ന ഹാബിറ്റിലേക്ക് നമ്മുടെ മൈൻഡിനെ സ്ലോലി കൊണ്ടുവരാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യമാണ് ജോയിൻ എ റീഡിംഗ് ക്ലബ്ബ് എന്നുള്ളത്. ഇപ്പോൾ ഓൺലൈനായിട്ടും അല്ലാതെയുമുള്ള ഒരുപാട് റീഡിംഗ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഓരോരുത്തരും തങ്ങൾ വായിച്ച പുസ്തകങ്ങളെ പറ്റിയും അവരുടെ എക്സ്പീരിയൻസും ഫേവറേറ്റ് ഓതറിനെ കുറിച്ചുള്ള അവരുടെ തോട്ട്സും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത്തരം പ്ലാറ്റ്ഫോംസിൽ അല്ലെങ്കിൽ അത്തരം കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആസ് എ റീഡർ കുറച്ചുകൂടി ഒന്ന് ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവർ വായിച്ച പുസ്തകങ്ങളെ പറ്റിയുള്ള അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ റീഡിങ്ങിനോട് താല്പര്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഓട്ടോമാറ്റിക്കലി അത്തരം കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങളുടെ ചുറ്റും നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ റീഡിംഗ് കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിലും റീഡിംഗ് ഹാബിറ്റ്സ് ഉള്ള ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യുക. അവരോട് ബുക്ക് സജഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച ബുക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് പതിയെ ഒന്ന് അവരോട് ഷെയർ ചെയ്ത് നോക്കാം. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ വായിച്ച കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണെന്ന് അവർ അതിനെക്കുറിച്ച് ഓപ്പൺ അപ്പ് ആവും. അങ്ങനെ പരസ്പരം ഒരു ഇൻട്രാക്ഷനൊക്കെ ഉണ്ടായി വരുമ്പോൾ പതിയെ നിങ്ങളുടെ റീഡിങ്ങിനോടുള്ള താല്പര്യം കൂടും. അപ്പോൾ ഇത് നല്ലൊരു ട്രിക്കാണ്. ഇനി അടുത്തൊരു കാര്യമാണ് മിക്സപ്പ് ജേണേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരേ ടൈപ്പ് ബുക്ക് എപ്പോഴും വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഒരു എന്തൂസിയാസം കുറഞ്ഞു വന്നേക്കാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല ജോണേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരേ കാറ്റഗറിയിൽ പെടുന്ന പുസ്തകങ്ങൾ മാത്രമല്ല, പല കാറ്റഗറീസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വായന എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് വേൾഡ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും അതിൻ്റെ കൂടുതൽ തലങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ കാണുമ്പോൾ, യൂട്യൂബിലായിരുന്നാലും ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അവരുടെ കൂടുതൽ വീഡിയോസ് ചിലപ്പോൾ നമ്മൾ ഒറ്റയിരിപ്പിനും കണ്ടേക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ബുക്സ് എന്ന് പറയുന്നത്. പുസ്തകങ്ങളിലും പല വെറൈറ്റി ഓഫ് ബുക്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് ബുക്സിലേക്ക് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മറ്റ് ജോണേഴ്സ് പരിചയപ്പെടാനുള്ള നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നഷ്ടമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത പുതിയ പുതിയ ജോണേഴ്സിലുള്ള പുതിയ പുതിയ കാറ്റഗറീസിലുള്ള പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി ആറാമതായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് ടേൺ ഓഫ് ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും അധികം ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. പലപ്പോഴും വായിക്കാൻ നമുക്ക് സമയമില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ട് വരുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ്. ഒരു 5 മിനിറ്റ് കിട്ടിയാലും നമുക്ക് വേണമെങ്കിൽ അത്രയും നേരമെങ്കിലും വായിക്കാം. പക്ഷേ നമ്മളതിന് മെനക്കെടാറില്ല. കാരണം നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോണുണ്ട്. അതിൽ നോക്കുമ്പോൾ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഈസിലി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പുസ്തകം കയ്യിലെടുത്ത് വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനേക്കാളും എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വരുന്ന കണ്ടൻസ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഡിസ്ട്രാക്ഷൻസ് റീഡിങ് ടൈമിലെങ്കിലും നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യണം. അതായത് നമ്മൾ വായിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ആ പുസ്തകത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന എൻവയോൺമെൻ്റ് ആയിരിക്കണം. ഇത് ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നൊരു കാര്യമാണ്. കുറച്ചുകൂടി വായനയിൽ പതിയെ നമുക്ക് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ബുക്സിനെ തന്നെ പ്രിഫർ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഈ ഹാബിറ്റ് ഒന്ന് നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമാകുന്നത് വരെയെങ്കിലും ഡിസ്ട്രാക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് റീഡിങ് ടൈമിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ കുറച്ച് സമയം ഫോൺ ഒന്ന് സൈലൻറ്റ് മോഡിലിടുകയോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളുടെ അടുത്ത് നിന്നും കുറച്ചൊന്ന് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കുറച്ചുകൂടി വായനയിലേക്ക് ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്കുള്ളൊരു ടിപ്പാണ്. എപ്പോഴും പുസ്തകം പിടിച്ചിരിക്കുകയും എന്നാൽ ഒരു മെജോറിറ്റി ടൈമും നിങ്ങൾ ആ പുസ്തകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത അവസ്ഥയും ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫോക്കസ്ഡ് ആക്ടിവിറ്റി ആയിരിക്കണം. അല്ലാതെ പുസ്തകം കയ്യിലുണ്ടായത് കൊണ്ട് മാത്രം നമ്മളൊരു ആർഡൻ റീഡർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ റീഡിങ്ങിനൊരു ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് വീണ്ടും ഇൻവോൾവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും. കണ്ടിന്യൂസ്ലി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ബ്രെയിൻ ഒന്ന് ഡ്രെയിൻ ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒരു റീഡിംഗ് ബ്രേക്ക് കൊടുക്കുക, വീണ്ടും വായനയിലേക്ക് തിരിച്ചു വരിക. ഇനി ഈ ഒരു പോയിൻ്റ് തന്നെ ബിഗിനേഴ്സിനും ആപ്ലിക്കബിൾ ആണ്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാബിറ്റ് തുടങ്ങി ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മടുപ്പ് ഫീൽ ചെയ്യുകയാണ്, വേണ്ട ഇന്ന് വായിക്കേണ്ട എന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദിവസം സ്കിപ്പ് ചെയ്തോളൂ. നെക്സ്റ്റ് ഡേ മുതൽ കുറച്ചൊന്ന് റീഫ്രഷ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും റീഡിങ്ങിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ബ്രേക്ക് കൊടുത്തുകൊണ്ട് തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് യൂസ് ടെക്നോളജി ഫോർ ഗുഡ് എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾക്കായിട്ടും നമുക്ക് ടെക്നോളജിയെ യൂസ് ചെയ്യാം, മോശം കാര്യങ്ങൾക്കായിട്ടും ടെക്നോളജിയെ യൂസ് ചെയ്യാം. അതിൽ നമ്മൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഹാർഡ് കോപ്പി ആയിട്ട് പുസ്തകങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി വായിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. ഓഡിയോ ബുക്സ് മാത്രമല്ല കിൻഡിൽ വേർഷനും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമായിട്ട് തോന്നുന്നത്. വായിക്കാൻ സമയമില്ല എന്നൊക്കെ പറയുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഓഡിയോ ബുക്സ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നാൽ പോലും നമുക്ക് വായിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴായിരുന്നാലും നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾ അറിയാതെ തന്നെ അത്രയൊന്നും എഫേർട്ട് എടുക്കാതെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓഡിയോ ബുക്സ് എന്ന് പറയുന്നത് സമയമില്ലാത്ത ആളുകൾക്ക്, വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള വർക്കിംഗ് പേഴ്സണൽസിനോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഓഡിയോ ബുക്സ്. ഇത്തരത്തിൽ ടെക്നോളജിയെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ് റീഡിങ്ങിൻ്റെ കാര്യത്തിലും. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് റിവാർഡ് യുവർ സെൽഫ് എന്നുള്ളതാണ്. ഈ പുസ്തകം വായിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു കാര്യം, എനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഈ പുസ്തകം ഫിനിഷ് ചെയ്തതിന് ശേഷം വാങ്ങിക്കും എന്നൊക്കെ ഇതൊരു ഗോളുമാണ്, അറ്റ് ദ സെയിം ടൈം ഇതൊരു റിവാർഡുമാണ്.
അപ്പോൾ ഇത്തരത്തിലൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഈ വായന എന്ന് പറയുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിവാർഡ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന ചിന്ത വരുന്ന സമയത്ത് നിങ്ങൾക്കത് തീർച്ചയായിട്ടും വളരെ ഒരു നല്ല എൻകറേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സ്വയം ഇങ്ങനെ ഒരു റിവാർഡ് കൊടുക്കുന്ന കാര്യം ട്രൈ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു പുസ്തകം ഫിനിഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ 2-3 ബുക്സ് ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഞാൻ ചെയ്യും എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുമൊക്കെ വായന എന്ന് പറയുന്ന കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇനി ഏറ്റവും അവസാനത്തെ കാര്യമായിട്ട് പറയാനുള്ളത് ബി പേഷ്യൻ്റ് എന്നുള്ളതാണ്. ഏതൊരു പുതിയ ഹാബിറ്റും തുടങ്ങിക്കിട്ടാൻ ബുദ്ധിമുട്ടാണ്. തുടങ്ങിക്കിട്ടാൻ മാത്രമല്ല, അതിനേക്കാളുപരി അത് കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെയധികം എഫേർട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ സ്കിപ്പായി പോയിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. കൺസിസ്റ്റൻ്റ് ആയിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇനിയിപ്പോൾ ശ്രമിച്ചിട്ട് ചില ദിവസങ്ങളിൽ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഡിസപ്പോയിൻറ്റഡ് ആവാതെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. എന്ത് ഹാബിറ്റായിരുന്നാലും തീർച്ചയായിട്ടും സമയമെടുത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. റീഡിങ്ങും അതുപോലെ തന്നെയാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് വായന എന്ന് പറയുന്ന ഹാബിറ്റിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. ഒരു ബെറ്റർ റീഡറായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.